ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ആയിട്ടാണ് ചാനൽ ചെക്ക് ചെയ്തിട്ട് വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെടണം, സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൊണ്ടേ ഗൈസ്. ഏതൊരു വീഡിയോയ്ക്കകത്ത് ഞാൻ കണ്ടായിരുന്നു ട്രോൾ ചെയ്യുന്നത് നമ്മുടെ ബിഗിനിങ് ആയിട്ടുള്ള യൂട്യൂബേഴ്സ് ഇങ്ങനെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നൊക്കെ പറയുന്നത്. അതേ ഗൈസ്, നമ്മൾ ഫേമസ് അല്ലാത്തവരങ്ങനെ പറഞ്ഞല്ലേ പറ്റത്തുള്ളൂ. പോട്ടെ, നമ്മളിന്നൊരു നിശ്ചയത്തിന് പോയതാണ്. എവിടെയായിരുന്നു പോയത്? സത്യത്തിൽ ഈ വീഡിയോ എടുത്ത് വെച്ചിട്ട് കുറേ ദിവസമായി, അതുകൊണ്ട് എവിടെ പോയി എന്നുള്ള സ്ഥലം വരെ ഞാൻ മറന്നുപോയി കേട്ടോ. ചൂനാടാണ് പോയത്. ഞാനും മാമിയും മാമനും അമ്മയും ഈശാൻകുട്ടനും കൂടാണ് പോയത്. വേറെ ആരും ഇല്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ എല്ലാവരും കൂടെ പോയത്. എല്ലാവരും കൂടെ ഉണ്ടായത്, ഞങ്ങൾ എല്ലാവരും കൂടെ പോകുമായിരുന്നു. അവിടെ ചെന്നപ്പോൾ തന്നെ നല്ല ഫ്രഷ് ജ്യൂസ് ഉണ്ടായിരുന്നു, പൈനാപ്പിളും ഉണ്ടായിരുന്നു, വാട്ടർമെലണും ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കുടിച്ചിട്ട് നമ്മൾ നേരെ സ്റ്റേജിൻ്റെ അവിടെ വന്നിരിക്കുകയാണ്. നമ്മൾ എന്തോന്ന് ആദ്യം വന്നത്, നമുക്ക് സമയം തെറ്റിപ്പോയായിരുന്നു. 12 മണിന്നായിരുന്നു നിശ്ചയത്തിൻ്റെ സമയം. നമ്മൾ 10:30 എന്ന് വിചാരിച്ചു, നേരത്തെ വന്നായിരുന്നു ഗൈസ്. പിന്നെ കുറേ നേരം അവിടെ പോസ്റ്റ് അടിച്ചിരുന്നു. പോസ്റ്റ് അടിക്കുന്നതിനേക്കാളും ഏറ്റവും വലിയ പ്രശ്നം ഈ ഈശാൻകുട്ടനെ ഒരിടത്ത് അടക്കിയിരുത്തുക എന്നുള്ളതാണ്. കാര്യം വേറെ ആരും ഇല്ലായിരുന്നു, ഞാൻ മാത്രമേ ഉള്ളായിരുന്നു. ബാക്കി പിന്നെ മാമനും മാമിയും അമ്മയെല്ലാം ഉള്ളായിരുന്നു. അത് കാരണം ഞാൻ ശരിക്കും പെട്ടുപോകുമെന്ന് വിചാരിച്ചതാണ്. പക്ഷെ കുറച്ചൊക്കെ അവൻ എന്നോട് സഹകരിച്ചു കേട്ടോ. അവൻ അച്ഛനെയും വെല്ലിച്ചനെയൊക്കെ കാണുമ്പോഴാണ് കൂടുതലും അസുഖങ്ങൾ. അല്ലാത്തപ്പോഴൊക്കെ എൻ്റെ കൂടെ അവൻ അടങ്ങി നിന്നോളും. കാര്യം ഞാൻ അവനെ കണ്ണുരുട്ടെ കാണിക്കുമ്പോൾ അവന് പേടിയാണ്, അല്ലെങ്കിൽ ഞാൻ വടിയെടുക്കും. അങ്ങനത്തെ ഭീഷണി പരിപാടികളൊക്കെ എനിക്കുണ്ട്. പിന്നെ ഒരു കൊച്ചിനെ കിട്ടി, ആ കൊച്ചുമായിട്ട് കുറച്ച് നേരമൊക്കെ ഇന്ന് കളിച്ച്. അത് കഴിഞ്ഞ് നിശ്ചയം തുടങ്ങി. 12 മണിയായപ്പോൾ നിശ്ചയത്തിന് ചെറുക്കനും പെണ്ണൊക്കെ വന്നു. പിന്നെ അവർ റിങ് എക്സ്ചേഞ്ച് ഒക്കെ ചെയ്തു. പിന്നെ നമുക്ക് ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. തീറ്റ വ്ളോഗൊന്നും ഇന്ന് എടുക്കാൻ പറ്റിയില്ല ഗൈസ്. ഈശാൻകുട്ടൻ അവിടെ കിടന്ന് ഭയങ്കര ഓട്ടമായിരുന്നു. കൂട്ടത്തിൽ ആരും പിടിക്കാനില്ലാത്തതുകൊണ്ടും ക്യാമറാമാനും എഡിറ്ററും എല്ലാ അപ്ലോഡറും എല്ലാം ഞാനായതുകൊണ്ടും എനിക്ക് ആ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ലെന്നുള്ളതാണ് സത്യം. പിന്നെ തിരിച്ചു വരുന്ന വഴി നമ്മൾ ഈശാൻകുട്ടൻ കാറിൽ കിടന്ന് ഭയങ്കര വളരുന്നു കേട്ടോ. ഇവൻ അങ്ങോട്ട് പോയപ്പോൾ ഒരു പാൻറ്റും ഷർട്ടൊക്കെയാണ് ഇട്ടിരുന്നത്. ബെൽറ്റ് ഇട്ടപ്പോൾ അവന് വയറുവേദന എടുക്കുന്നതെന്ന് പറഞ്ഞ് പിന്നെ ഊരിയിട്ട് വേറെ ഡ്രസ്സ് ഇട്ടാണ് കേട്ടോ. പിന്നെ വൈകുന്നേരം ആയപ്പോൾ നമ്മുടെ ഇവിടെ അടുത്ത് അമ്പിളിയക്കയുടെ മോടെ കല്യാണമായിരുന്നു. അപ്പോൾ വൈകിട്ട് നമ്മൾ അതിൻ്റെ പരിപാടിക്ക് പോയതാണ് കേട്ടോ. അത് അവിടെ ചെന്നപ്പോഴത്തേക്ക് ഈശാൻകുട്ടൻ്റെ ഫാൻസൊക്കെ ഉണ്ട് കേട്ടോ. ഈശാൻകുട്ടനെ അറിയാവുന്ന ചേച്ചിമാരൊക്കെയാണ്. അങ്ങനെയാണെങ്കിലൊക്കെ പോയി തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇപ്പോൾ ആൾക്കാരൊക്കെ അറിയാവുന്നവരായി. ആ കൊച്ചു കുറേ മുട്ടായിയൊക്കെ കൊണ്ട് കൊടുത്തു കേട്ടോ. പിന്നെ ചപ്പാത്തി ഉണ്ടായിരുന്നു, റൈസ് ഉണ്ടായിരുന്നു, ചിക്കൻ ഉണ്ടായിരുന്നു. ഞാൻ അന്ന് അസുഖം വന്നതിന് ശേഷം ഇന്നാണ് കേട്ടോ ചിക്കൻ കഴിക്കുന്നത് ആദ്യമായിട്ട്. റൈസ് വാങ്ങിച്ചത് എനിക്കല്ല, ഈശാൻകുട്ടനാണ്. അവൻ കുറച്ചൊക്കെ കഴിച്ചു, ബാക്കി പിന്നെ ഞങ്ങൾ തന്നെ കഴിക്കേണ്ടി വന്നു. പിന്നെ അവൻ്റെ ഒക്കെ അവിടെ കുറേ ഡാൻസ് മേളങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കല്യാണ വീടല്ലേ, ഒരു അലങ്കോല പരിപാടി ഇല്ലെങ്കിൽ ഒരു രസമില്ലല്ലോ. അപ്പോൾ അവൻ്റെ വക കല്യാണ വീട്ടിലൊരു എൻജോയ്മെൻ്റ് പാസ്സാക്കി. പിന്നെ നമ്മൾ കല്യാണ പെണ്ണിനെയൊക്കെ കണ്ട് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. അപ്പോൾ ഇനി ഞാൻ നല്ല വീഡിയോസൊക്കെ ഇടാൻ ശ്രമിക്കാം ഗൈസ്. ടാറ്റാ.